2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശ ഫൈനലിനായി ഇന്ത്യയും ന്യൂസിലാൻഡും അല്പസമയത്തിനകം കളത്തിലിറങ്ങും. 6:30-ക്കാണ് ടോസ്. സഞ്ജുവിന്റെ തകർപ്പൻ ഫോമിൽ ആരാധകരും പ്രതീക്ഷ വെക്കുകയാണ്. കലാശപ്പോര് നടക്കുന്ന അഹമ്മദാബാദിൽ നിന്നും അനിൽ വാസ്തവ് ചേരുന്നു. അനിൽ, എല്ലാവരും ഇന്ത്യക്കും ജയം ഉറപ്പിക്കുന്നുണ്ട്. ഇക്കുറിയും പോയ 2 മത്സരങ്ങളെ പോലെ സഞ്ജു മിന്നിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ അതേപോലെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അനിൽ, ഈ ടോസ് എങ്ങനെയാണ് നിർണായകമാവുക? അവിടെ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ തിരഞ്ഞെടുക്കൽ ഉചിതം? അനിൽ, ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ആവേശക്കടലാണ് അഹമ്മദാബാദ്. ഈ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ഈ കാഴ്ച കാണുക. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാണികളുടെ അക്ഷരാർത്ഥത്തിൽ ഒരു നീലക്കടൽ തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അത് തന്നെയാണ് കാഴ്ച. ഏതാണ്ട് ഒരു ഉച്ച മുതൽ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ കാണികൾ ഇരച്ചെത്തുന്നു. അതിനകത്ത് ഒരു ഇടതടവുമില്ലാത്ത പോലെ കാണികൾ ഇരച്ചെത്തുകയാണ്. സ്റ്റേഡിയത്തിലും ഇതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി ചോദിച്ചതുപോലെ ടോസിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6:30-ക്കാണ് ടോസ്. ടോസ് നിർണായകമാണ്. ടോസ് കിട്ടിയാൽ എന്ത് തീരുമാനമെടുക്കുമെന്നതിൽ ഇരു ക്യാപ്റ്റന്മാരും ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ ടോസ് കിട്ടിയ ക്യാപ്റ്റന്മാരൊക്കെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കൂടുതലായും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കണ്ടത്. ബാറ്റ് ചെയ്ത ടീമുകൾ കൂടുതൽ വിജയിക്കുന്ന കാഴ്ചയും തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഡ്യൂ ഫാക്ടർ, അതായത് മഞ്ഞ് വീഴ്ച അതിനിർണായകം തന്നെയാണ്. ഈ കളിയെ മാറ്റിമറിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ചേസിങ്ങിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2023 ഏകദിന ലോകകപ്പിൽ ടോസ് അതിനിർണായകമായി ഇന്ത്യയുടെ തോൽവിയിലേക്ക് പോലും അത് വഴിവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അന്ന് ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയും ഇന്ത്യക്ക് വലിയൊരു സ്കോർ അടിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വന്നു. പക്ഷേ ഇത്തവണ പിച്ചൊരുക്കുന്നതിൽ അക്കാര്യത്തിൽ ഇന്ത്യൻ ടീം അല്ലെങ്കിൽ BCCI ഒരു നിർദ്ദേശം നൽകിയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റണ്ണൊഴുകുന്ന ഒരു പിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് സോയിലും ബ്ലാക്ക് സോയിലും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള അത്തരമൊരു പിച്ചാണ് ഇന്നത്തെ ഫൈനൽ മത്സരത്തിന്. വാങ്കഡയിൽ കണ്ടതുപോലെ 200-ന് മുകളിലുള്ള ഒരു സ്കോർ എന്തായാലും പിറക്കുമെന്ന് നമുക്ക് കരുതാം. സമീപകാലത്ത് ഇന്ത്യ ഇവിടെ തോറ്റൊരു ചരിത്രമാണുള്ളത്. 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലും ഏറ്റവും ഒടുവിൽ സൂപ്പർ 8-ലും ഒക്കെ തന്നെ ഇന്ത്യ തോറ്റിട്ടുണ്ട്. പക്ഷേ ആ ഭാഗ്യം, ആ നിർഭാഗ്യത്തിന്റെ കാലമൊക്കെ തന്നെ കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ എന്തായാലും ജയിക്കുമെന്ന വലിയ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഇത്തവണ കീഴടങ്ങാനാവില്ല, ഇല്ലെങ്കിൽ ഇത്തവണ കണ്ണീരോടെ മടങ്ങാനാവില്ല. ഈ കാഴ്ചകൾ കാണൂ, എത്ര സന്തോഷത്തോടു കൂടിയാണ് ആരാധകർ എത്തുന്നത്. അവർക്കൊരിക്കലും ഈ തലകുനിച്ച് മടങ്ങേണ്ട ഒരു അവസ്ഥ സൂര്യകുമാർ യാദവും സംഘവും വരുത്തില്ല എന്ന് നമുക്ക് കരുതാം. 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ നമുക്ക് അത്ര നല്ല റെക്കോർഡല്ല. ഇതുവരെ അവർക്കെതിരെ കളിച്ച 3 മത്സരങ്ങൾ നമുക്ക് തോറ്റ ഒരു ചരിത്രമാണുള്ളത്. പക്ഷേ ന്യൂസിലാൻഡിനാകട്ടെ ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ പോലെ തന്നെ അത്ര നല്ല റെക്കോർഡൊന്നല്ല ഉള്ളത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വിജയം 2020 ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ്. 168 റൺസിന്റെ ആ വമ്പൻ ജയം, അതും ന്യൂസിലാൻഡിനെതിരെയാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അവരും ഇവിടെ ദക്ഷിണാഫ്രിക്കയോട് തോറ്റു. അങ്ങനെ എല്ലാം കൊണ്ടും വെച്ച് നോക്കുമ്പോൾ ഇരു ടീമുകൾക്കും അത്ര വലിയ ഭാഗ്യഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും ഇത്തവണ കളി മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഹായ് സാർ. ഹായ്. Definitely India will win. Definitely 100% India will win and Abhishek will deliver today. അഭിഷേകിനെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. അഭിഷേക് ഫോമിലല്ല എന്നുള്ളത് ഇന്ത്യക്ക് ചെറിയ തലവേദനയാണ്. പക്ഷേ അഭിഷേക് ഈ മത്സരത്തിലെങ്കിലും തിളങ്ങുമില്ലെങ്കിൽ അഭിഷേക് തകർത്തടിക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്ന ധാരാളം ആളുകളെ കണ്ടു. ഒരുപക്ഷെ അഭിഷേകിന്റെ ദിനം ഇതാവും. കഴിഞ്ഞ ലോകകപ്പിൽ വിരാട് കോഹ്ലി ഇതുപോലെയായിരുന്നു. അവസാന മത്സരം വരെ കളിച്ചില്ല, പക്ഷേ ഫൈനൽ മത്സരത്തിൽ തിളങ്ങുന്ന എല്ലാവരുടെയും മുഖത്ത് നിറപുഞ്ചിരി, ഇല്ലെങ്കിൽ വലിയ സന്തോഷം. ഈ ആഘോഷം നിലനിൽക്കട്ടെ, ഈ ഒരു സന്തോഷം നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ 1,35,000 ഒക്കെ തന്നെ കാണികൾ ഒരു തലകുനിച്ച് മടങ്ങുക, അല്ലെങ്കിൽ നിരാശരായി മടങ്ങി വരിക എന്നുള്ള ഒരു കാഴ്ച നമുക്ക് അംഗീകരിക്കാനാവില്ല. ന്യൂസിലാൻഡിനോട് ദേഷ്യമുള്ള ആരും തന്നെ ഉണ്ടാവില്ല. ദക്ഷിണാഫ്രിക്കയെ പോലെ തന്നെ ന്യൂസിലാൻഡിനെയും ഇഷ്ടപ്പെടുന്ന, മിച്ചൽ സാന്നറെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രണ്ടൻ മക്കലത്തിൻ്റെ പിന്മുറക്കാരെ ഇഷ്ടപ്പെടുന്നവരാകാം നമ്മൾ ഇന്ത്യക്കാരൊക്കെ തന്നെ. പക്ഷേ ഈ മത്സരം നമുക്ക് നിർണായകമാണ്. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഈ ഒരു ഫൈനൽ വരെ എത്തി കീഴടക്കുക എന്ന് പറയുന്നത് ഒരു ടീമിനും സന്തോഷം നൽകുന്നില്ല. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ, അതും 2023 ആ വലിയ നിരാശ രോഹിത്തും കോഹ്ലിയും ഒക്കെ തന്നെ തല കുനിച്ച് മടങ്ങുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.